ഇസ്രായേലിന്റെ തീവ്രമായ ആക്രമണങ്ങൾക്കിടയിൽ ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിവരിക്കാനുള്ള വാക്കുകളൊന്നും എൻ്റെ കയ്യിലില്ല. ബോംബുകളുടെ മഴയും വെടിയൊച്ചകളും നിരന്തരമായ ഭീതിയും. ഇതിനൊക്കെ ഇടയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ളം. ഗസയിലെ ജലസ്രോതസ്സുകളിൽ ഭൂരിഭാഗവും യുദ്ധത്താൽ തകർന്നിരിക്കുന്നു. ഏകദേശം 90% ജലവും തീരപ്രദേശത്തെ അക്വിഫറിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷെ അത് മലിനമായിരിക്കുന്നു. ക്ലോറിൻ ചേർത്ത് ശുദ്ധീകരിക്കേണ്ട വെള്ളം ഇന്ധനക്ഷാമം കാരണം പമ്പുകൾ പ്രവർത്തിക്കാത്തതിനാൽ ലഭ്യമാകുന്നില്ല. ഫലമായി ആളുകൾ അഴുക്കുവെള്ളം കുടിക്കാൻ നിർബന്ധിതരാകുകയാണ്. രോഗങ്ങൾ പടരുന്നുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഒക്കെ ദുരിതം അനുഭവിക്കുകയാണ്. ഇത്തരമൊരു നരകതുല്യമായ സാഹചര്യത്തിലാണ് ഒരു മലയാളി യുവതിയുടെ മനുഷ്യത്വപൂർണ്ണമായ ഇടപെടൽ ശ്രദ്ധ നേടുന്നത്. കേരളത്തിലെ വയനാട്ടുകാരിയായ ശ്രീരശ്മി ഒരു കലാകാരിയും സാമൂഹിക പ്രവർത്തകയുമാണ്. ക്യൂട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകയുമാണ് അവർ. ഗസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അവരുടെ നേതൃത്വത്തിൽ 3000 ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്തു. ഇത് 250-ലധികം കുടുംബങ്ങൾക്കാണ് ആശ്വാസമായത്. യുദ്ധമേഖലയിൽ കുടിവെള്ളം എത്തിക്കുക എന്നത് അത്യന്തം വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. റോഡുകളൊക്കെ തകർന്നിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണികളുണ്ട് നിരന്തരമായിട്ട്. പക്ഷേ ശ്രീരശ്മിയും സുഹൃത്തുക്കളും പ്രൈവറ്റ് വാട്ടർ ട്രക്ക് ഉപയോഗിച്ച് ഈ സഹായം നൽകിയിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഘട്ടത്തിൽ പ്രൈവറ്റ് വാട്ടർ ടാങ്ക് മുഖേന കുടിവെള്ളം എത്തിക്കുകയായിരുന്നു ഏക വഴി. ഫലസ്തീനിൽ നിന്നുള്ള സ്നേഹത്തിന് 1000 നന്ദി എന്നാണ് അവർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ളവരുടെ ഹൃദയങ്ങളിൽ തൊട്ടത്. ഗസ നിവാസികളുടെ പ്രതികരണം ഹൃദയസ്പർശിയാണ്. ശ്രീരശ്മി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുടിവെള്ളം ശേഖരിക്കുന്നതിൻ്റെ വീഡിയോയും ഗസ നിവാസികൾ തയ്യാറാക്കിയ നന്ദി വീഡിയോകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളാണത് തൊട്ടത്. ശ്രീരശ്മിയുടെ നേതൃത്വത്തിൽ ഗസയിലെ നിരവധി പേർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ശേഖരിക്കുന്ന ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫണ്ട് റൈസിംഗ് പരിപാടികൾ സംഘടിപ്പിക്കുന്ന അവർ എല്ലാ സഹായങ്ങളുടെയും വിശദാംശങ്ങൾ സുതാര്യമായി പങ്കുവെക്കുന്നു. ഓരോ രൂപയും എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിൻ്റെ അക്കൗണ്ടുകൾ വരെ. ക്യൂട്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഗസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് സ്ഥിരമായ സഹായങ്ങൾ ഏർപ്പെടുത്തുന്നു. ശുദ്ധത്തിൽ തകർന്ന ജലസ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായി ഇത്തരം ലോക്കൽ ഇനീഷ്യേറ്റീവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസയിലെ കുടിവെള്ളക്ഷാമം തുടരുന്ന പശ്ചാത്തലത്തിൽ ശ്രീരശ്മിയുടെ ഉദ്യമം ഒരു മാതൃകയാണ്. മനുഷ്യത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഒരു മാതൃക. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനോട് പ്രതികരിച്ചു. കേരളത്തിൻ്റെ മകൾക്ക് അഭിമാനം, മനുഷ്യത്വത്തിൻ്റെ വിജയം തുടങ്ങിയ കമൻറ്റുകൾ നിറയുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ആശംസകളും നന്ദികളും അറിയിച്ചു. ഇത് ഓർമ്മിപ്പിക്കുന്നത് യുദ്ധത്തിൻ്റെ ഇരുണ്ട നേലുകൾക്കിടയിലും മനുഷ്യ സ്നേഹത്തിൻ്റെ ചെറിയ പ്രവർത്തികൾ വലിയ മാറ്റം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ശ്രീരശ്മിയെ പോലെയുള്ളവരുടെ ധൈര്യവും അർപ്പണബോധവും ലോകത്തിന് പ്രചോദനമാകട്ടെ. ഗസയിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ഉടൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.